ഇന്നൊരു കെറ്റിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിഷസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ആക്കാൻ പോയത് വഴുതണങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വഴുതണങ്ങ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ട് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഈ അളവിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എല്ലാം വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലായിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പൊടികളെല്ലാം അങ്ങ് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കെറ്റിനകത്ത് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മസാല തേച്ച് വെച്ച വഴുതണങ്ങ എല്ലാം വാരിയിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഈ ഒരു അളവിലെടുത്താലും കഴിക്കാം, പക്ഷേ എനിക്ക് നല്ല കരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തക്കാളി ഇങ്ങനെ കുരുകുര അരിഞ്ഞെടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്ത് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് കുറച്ച് മധുരമുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വഴുതണങ്ങ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമേ അല്ലാത്ത സാധനമായിരുന്നു, പക്ഷേ ഇങ്ങനെ ആക്കി കഴിച്ചപ്പോൾ തൊട്ട് ഞാൻ വഴുതണങ്ങയുടെ ഫാനാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ ഒരു പയർ മെഴുക്കുവരട്ടി എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ അതിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഹോസ്റ്റൽ ഫുഡ് മടുത്തിരിക്കുന്നവരാണെങ്കിൽ കെറ്റിൽ ഇങ്ങനെയൊക്കെ ഒന്ന്